Good morning, dear students. The next topic we move on to obesity and weight control. In the previous class, we learned about malnutrition and overnutrition. So, obesity is the most common problem of overnutrition. And obesity is the accumulation of excess body fat. Obesity is the physical state in which the amount of stored fat is excessive. It results when energy intake exceeds energy expenditure. Energy ചിലവാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനർജി ഇൻടേക്ക് ആയിട്ട് അത് ബോഡിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും, അത് ഫാറ്റിൻ്റെ രൂപത്തിൽ. സോ ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ദ ഒബേസിറ്റി. ആൻഡ് ഇൻ ഒബേസിറ്റി ഈസ് ദ ഫോം ഓഫ് മാൽ ന്യൂട്രീഷൻ ഡ്യൂ ടു എക്സസ് കൺസപ്ഷൻ ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് കലോറീസ് ആൻഡ് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു മാൽ ന്യൂട്രീഷനായിട്ട് പറയാം. കാരണം due to excess consumption of fat, carbohydrate and calories and lack of physical exercise. ശരിയായ അളവിൽ ശാരീരിക എക്സസൈസ് കുറയുകയും ഇല്ലാതെ വരികയും എന്നാൽ ഫാറ്റിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അതേപോലെ ഹൈ കലോറിക് ആയിട്ടുള്ള ഫുഡിൻ്റെ ഒരു എക്സസീവ്നെസ് കൂടി വരികയും ചെയ്യുന്നു ബോഡിയിൽ. ഇതാണ് ഒബേസിറ്റി. ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ് പ്രിവലൻ്റ് ഇൻ ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇതൊരു ക്രോണിക് ഡിസീസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് അഫക്റ്റിംഗ് ചിൽഡ്രൻ ആസ് വെൽ ആസ് അഡൾട്ട്. അപ്പോൾ ഇത് കുട്ടികളെയും അഡൾട്ടിനെയും മുതിർന്നവരെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇറ്റ് ഈസ് നൗ സോ കോമൺ ദാറ്റ് ദ ട്രഡീഷണൽ പബ്ലിക് ഹെൽത്ത് കൺസേൺസ് അബൌട്ട് അണ്ടർ ന്യൂട്രീഷൻ ഈസ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ് ബൈ ദ ഓവർ ന്യൂട്രീഷൻ പ്രോബ്ലംസ് ഓഫ് ഒബേസിറ്റി. അപ്പോൾ നമുക്ക് ട്രഡീഷണലായിട്ട് പണ്ട് കാലത്തും മിക്ക സ്ഥലത്തും അണ്ടർ ന്യൂട്രീഷനാണ്. പക്ഷേ ഇത് ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലമായിട്ട് വന്നിരിക്കുന്നത് ഓവർ ന്യൂട്രീഷനാണ്. ആ ഓവർ ന്യൂട്രീഷൻ മൂലം ഒബേസിറ്റി കണ്ടീഷൻസിലോട്ടാണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എനിവൺ ഹൂ ഈസ് മോർ ദാൻ 20% എബോവ് ദ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് സെയിം ഏജ്, സെക്സ് ആൻഡ് റേസ് ഈസ് ജനറലി കൺസിഡർഡ് ടു ബി ഓവർ വെയ്റ്റ്. ആൻഡ് the obesity person or obese person are more prone to certain diseases such as the cardiovascular disorders such as atherosclerosis, angina and varicose vein, and it also leads prone to liver diseases such as the fatty liver, cholecystitis and cholelithiasis, and the metabolic diseases such as the gout, that is hyperuricemia, and the gynecological disorders such as the amenorrhea, oligomenorrhea, endometrial carcinoma. These are the main important diseases prone to the obesitic persons. And it also and the diseases such as the hypertension, hyperlipidemia and glucose intolerance, and it will leads to coronary heart diseases and the long term complications of diabetes such as renal failure begin to emerge later. പിന്നീട് ഇവർക്ക് കിഡ്നി തകരാറിലാവുകയും പിന്നെ അങ്ങനെയുള്ള ഈ ഡയബറ്റീസ് ഒക്കെ ഉണ്ടായി ഇതുമൂലം കിഡ്നി വരെ തകരാറിലാകാനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്യുന്നു. ആൻഡ് ദർ ആർ മെയിൻ two types of obesity. The obesity is divided in two types, exogenous and endogenous. Exogenous obesity is the overfeeding or overeating with less physical activity. Many people overeat than calories requirement. മിക്ക ആൾക്കാരും ആവശ്യമുള്ള കലോറിയിലധികം കലോറി നിറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുന്നു. സോ ചിലപ്പോൾ അവർ സന്തോഷം കൊണ്ടായിരിക്കാം, ഇഷ്ടം കൊണ്ടായിരിക്കാം, ഫുഡിനോടുള്ള അഡിക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോഴായിരിക്കാം. എന്നാൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എക്സോജീനസ് ഒബേസിറ്റി എന്നാണ്. എന്നാൽ എൻഡോജീനസ് ഒബേസിറ്റി ദർ മേ ബി വൺ ഓർ മോർ എൻഡോജീനസ് ഫാക്ടേഴ്സ്. ചിലർക്ക് വലുതായി എന്തെങ്കിലും ഒരു സർട്ടൺ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം ഒബേസിറ്റി ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ദ എൻഡോജീനസ്. ഇറ്റ്സ് മെയിൻലി ദ ഫാക്ടേഴ്സ് ആർ എൻഡോക്രൈനൽ ഫാക്ടേഴ്സ്, മെറ്റബോളിക് ഫാക്ടേഴ്സ് ആൻഡ് ഹൈപ്പോതലാമിക് ഫാക്ടേഴ്സ്. ആൻഡ് ദ ഹൈപ്പോതലാമസ് ആണ് വിശപ്പ്, ദാഹം എന്നിവയെ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് എൻഡോജീനസ് ആയിട്ടുള്ള ധാരാളം അവർക്ക് ഫുഡിൻ്റെ ആ ഒരു ആവശ്യകതയെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും അൺകൺട്രോളബിളായിട്ട് ഫുഡ് ഫാറ്റ്. And the endogenous, there may be one or more endogenous factors, endocrinal, metabolic or hypothalamic factors. These factors can lead to the endogenous obesity.
And this is the type of major recognized type of obesity in peoples. First is the apple type or android type, and second is the pear type or gynoid type. And in the apple type obesity, and the store fat above their waists around the midsection, their shoulders, face, arms, neck, chest, breasts, and upper portion of the abdomen, stomach are swollen with fat. And the pears tend to store fat below their waist, usually on their hips, buttocks, and thighs. Their face and neck most give a normal appearance. The apple type obesity is more serious than the gynoid fat distribution. And the first adverse effects of obesity to emerge are hypertension, hyperlipidemia, and glucose intolerance, and it leads to coronary heart diseases, etc. And the assessment of obesity is the body mass index. Body mass index is a simple index of weight for height that is commonly used to classify underweight, overweight, and obesity in adults. It is defined as the weight in kilogram divided by the square of height in meters. The classification of overweight and obesity according to BMI is given in table and 0.9, and this classification chart clearly indicated the possible risk of obesity conditions. And in the the BMI range is less than 80.50 is leads to underweight, and the normal range is 80 to 24 is the average weight of a person. But in the obesity condition is greater than 20 or less than greater than 25 is leads to the overweight, and greater than 25 leads to greater than 40 is the very severe obesity conditions. And the causes of obesity are the most commonly due to overeating than required calories. നമുക്ക് ആവശ്യമുള്ള കലോറിയേക്കാൾ അധികം കലോറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. So this condition is known as the obesity. And the major factors or causes of obesity are the genetic influence. The obesity occurs more frequently among members of certain family. നമുക്കറിയാം ചില ഫാമിലിയിൽ ജനറ്റിക് ആയിട്ട് ചിലർക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരാൾക്ക് ഇതേപോലെ അമിതമായിട്ട് കലോറി ഫുഡൊന്നും കഴിക്കാതെ തന്നെ വണ്ണമാണെങ്കിൽ ആ കുട്ടികൾക്കും അല്ലെങ്കിൽ അടുത്ത ജനറേഷനോട്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചിലർക്ക് ഇങ്ങനെ വണ്ണം ഭയങ്കരമായിട്ട് ഒബേസിറ്റി കണ്ടീഷനിൽ കാണപ്പെടുന്നുണ്ട്. And the physiological factors, overeating than requirement during pregnancy, endocrine play a role increase in weight or obesity. Most menopausal in women, prolonged use of oral contraception. അപ്പോൾ ചിലർക്ക് ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലം ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് മൂലം ഒബേസിറ്റി ഉണ്ടാവാം. ചിലർക്ക് പോസ്റ്റ് മെനോപോസൽ ഇൻ വുമൺ, ചിലർക്ക് മെൻസ്ട്രൽ സൈക്കിള് മെനോപോസ് സ്റ്റോപ്പേജ് ആവുന്ന ആ സമയത്ത് ചില ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഒബേസിറ്റി ഉണ്ടാവാം. ആൻഡ് ചിലർക്ക് ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ സമയത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ് വളരെയധികം ഒരു റോള് വഹിക്കുന്നുണ്ട് വെയിറ്റ് വയ്ക്കുന്നതിന്. അപ്പോൾ ആ സമയത്ത് ചില ഫിസിയോളജിക്കൽ പ്രോബ്ലം കൊണ്ട് അൺകൺട്രോളബിൾ ആയിട്ട് വെയിറ്റ് വന്നത് ഒബേസിറ്റിക്ക് കാരണമാകാം. And the metabolic diseases such as the metabolic disorders mainly and the hyperlipidemia. Hyperlipidemia is also leads to obesity condition, and the hypothalamic injuries and that is the lesions causes people to eat more and more and become obese. ഹൈപ്പോതലാമിക്കിൽ എന്തെങ്കിലും ഇഞ്ചുറി മൂലം വല്ലതും അബ്നോർമാലിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് എത്ര കഴിച്ചാലും വയർ നിറയാത്തൊരവസ്ഥ വരികയും അവർ കണ്ടമാനം കഴിക്കുകയും they become prone to obesity condition. These are the major causes of obesity. And the another one is the endocrinal disorders. It is due to the hormonal imbalance, that is the hypothyroidism, Cushing syndrome, hypoparathyroidism are the causes of obesity. And the age and the moderate accumulation of adipose tissue may occur at any age but more common at middle age. Middle age ആകുമ്പോൾ നമുക്കറിയാം മെലിഞ്ഞൊക്കെ ഇരുന്നവർ ഒരു മിഡിൽ ഏജ് ഒരു 33 വയസ്സ് അങ്ങോട്ട് 33-35 ഏജൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അഡിപ്പോസ് ടിഷ്യൂ ധാരാളം സ്റ്റോർ ചെയ്യുകയും ഇതൊരു ഒബേസിറ്റി കണ്ടീഷൻസിലോട്ട് നമ്മൾ പ്രോപ്പറായ എക്സസൈസും കൺട്രോളും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒബേസിറ്റി കണ്ടീഷൻസിന് കാരണമാകും. And the adult women are more prone to obesity as compared to men.
അപ്പോൾ അഡൾട്ട് സെക്സ് ഒരു പ്രധാന ഘടകമാണ് ഒബേസിറ്റിയിൽ. മെന്നിനെക്കാട്ടിലും വുമൺസ് ഇതൊന്നും കൺട്രോൾ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഒബേസിറ്റി ആവാനുള്ള സാധ്യത കൂടുതലാണ്. 50% ഓഫ് ബോഡി വെയ്റ്റ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് യങ് മെൻ. അപ്പോൾ ഒരു യങ് മെന്നെ അപേക്ഷിച്ച് 50% ബോഡി വെയ്റ്റ് സ്ത്രീകളിൽ കൂടാൻ കാരണമാകും അൺകൺട്രോളബിൾ ഫുഡും നോർമൽ ഫിസിക്കൽ എക്സസൈസ് ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ. വുമൺ ഇൻ മെനപ്പോസ് ബിക്കം ഒബേസ് ആൻഡ് മോർ ഫ്രീക്വൻറ്റ് ടു ബിക്കം ഒബേസ് ഇൻ പ്രഗ്നൻസി ആൻഡ് പ്രൊലോങ് യൂസ് ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് യൂസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെയിൽസിനെ അപേക്ഷിച്ച് ഫീമെയിൽസിന് ഈ പറഞ്ഞ മെനപ്പോസിൻ്റെ ഒരു സ്റ്റേജ് വരുമ്പോഴും പിന്നെ അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒക്കെ അതേപോലെ എന്തെങ്കിലും മെഡിസിൻസ് ടേക്കൺ ചെയ്യുകയാണെങ്കിലും ഒബേസിറ്റി ആവാനുള്ള സാധ്യത മെയിൽസിനെ അപേക്ഷിച്ച് ഫീമെയിൽസിൽ കൂടുതലാണ്. And the major next is the control of obesity or weight reduction. The goal of weight management in obese patients are first to induce negative energy balance to reduce body weight. First നമ്മൾ ആദ്യമായിട്ട് അവരെ എനർജി ബാലൻസ് ചെയ്യാനാണ് ട്രൈ ചെയ്യിക്കേണ്ടത്. ബിക്കോസ് എന്താണ്, എ പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ഫോർ ഒബേസിറ്റി പേഴ്സൺ സച്ച് as the proportion of energy dense food such as simple carbohydrate and fat should be reduced. അപ്പോൾ ഇങ്ങനെ ധാരാളം കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയ ഫുഡിനെ റെഡ്യൂസ് ചെയ്യുക. ദ ഫൈബർ കണ്ടൻറ്റ് ഇൻ ദ ഡയറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഫുഡിൽ ഫൈബർ കണ്ടൻറ്റ് ധാരാളം നാരുകൾ അടങ്ങിയ ഫുഡ് ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. ദ ലോ എനർജി ഡയറ്റ് ഷുഡ് ഹാവ് അഡിക്വേറ്റ് ലെവൽസ് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അപ്പോഴും നമുക്കറിയാം ലോ എനർജി ആയിട്ടുള്ള ഡയറ്റ് ആണെങ്കിൽ അതിനകത്ത് ആവശ്യത്തിനുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ഉൾപ്പെടുത്തുക. ദ മോസ്റ്റ് ബേസിക് കോൺസിഡറേഷൻ ഈസ് ദാറ്റ് ദ ഫുഡ് എനർജി ഇൻടേക്ക് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ എനർജി എക്സ്പെൻഡിച്ചർ. എനർജി ഉപയോഗിക്കാൻ അളവിലുള്ള ആവശ്യത്തിന് മാത്രമുള്ള ഫുഡ് സെലക്ട് ചെയ്യുക. അമിതമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫുഡുകൾ എടുക്കാതെ ഇരിക്കുക. ആൻഡ് ദ ഫസ്റ്റ് നീഡ്സ് ടു ദ ഫിസിക്കൽ ആക്ടിവിറ്റി. An increase in physical activity can create an energy deficit and is an important component of weight loss treatment. അപ്പോൾ വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൽ പ്രോഗ്രാം നമ്മൾ ഒരു ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ഇസ് ദ കീ ടു ഇൻക്രീസ്ഡ് എനർജി എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് അഥവാ ശരീരത്തിൽ എനർജി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ആ എനർജി ഇൻക്രീസിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഗുലർ എക്സസൈസ് ചെയ്യുക. ആൻഡ് although any kind of physical movement requires energy, the type of exercise that uses the most energy in aerobic exercise. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന നല്ല രീതിയിലുള്ള മികച്ച എക്സസൈസ് നമ്മുടെ വെയിറ്റ് ലോസിന് ഒരു കാരണമാകും. ദാറ്റ് ഈസ് ജോഗിങ്, ബ്രിസ്ക് വാക്കിംഗ്, സ്വിമ്മിങ്, ബൈക്കിംഗ് ആൻഡ് എയറോബിക് ഡാൻസിങ് ആർ സം പോപ്പുലർ ഫോംസ് ഓഫ് എയറോബിക് എക്സസൈസസ്. ആൻഡ് ദ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ഡിക്രീസ് റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് ദ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ഇൻ. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെയൊക്കെ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറഞ്ഞതൊരു 20 മിനിറ്റ് മിനിമം കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. അത് എങ്ങനെയാണ്, 3 times a week, ആഴ്ചയിൽ 3 പ്രാവശ്യം നമ്മൾ തീർച്ചയായിട്ട് എക്സസൈസ് ചെയ്യുക. ആദ്യം നമ്മൾ കുറച്ച് ടൈം സ്പാൻ കുറച്ച് ചെയ്ത് പിന്നെ ടൈം സ്പാൻ കൂട്ടി ഗ്രാജുവലി 20 എന്നുള്ളത് 40 മിനിറ്റ്സ് ഒക്കെ നമ്മൾ എയറോബിക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒബേസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ആൻറ്റി-ഒബേസിറ്റി മെഡിക്കേഷൻ. Anti-obesity medication or weight loss drugs are pharmacological agents that reduce or control weight. These drugs alter one of the fundamental processes of the human body, weight regulation, by suppressing appetite, metabolism or absorption of calories. They are generally inadequate to produce massive weight loss in severely obese patients. Some of these drugs are also found to have many undesirable side effects. അപ്പോൾ ചിലർ ആൻറ്റി ഒബേസിറ്റി മെഡിക്കേഷൻ, വെയിറ്റ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സുകളൊക്കെ യൂസ് ചെയ്യും. ദീസ് ക്യാൻ ക്രിയേറ്റ് ആസ് ദ മേജർ അനദർ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ നമ്മളിങ്ങനെ ഗുളിക കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വിശപ്പിനെ സപ്രസ് ചെയ്യുകയും മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കുറയ്ക്കുകയും ആവശ്യമുള്ള കലോറി എനർജിയെ അബ്സോർബ് ചെയ്യാത്തൊരു അവസ്ഥയിലോട്ട് വരികയും ചെയ്യും. ഇത് ധാരാളം സൈഡ് ഇഫക്ട്സുകളൊക്കെ ഉണ്ടാക്കും. And another most famous control of obesity is the surgical treatment. And the surgical treatment is the weight loss surgery, that is the bariatric surgery.
And bariatric surgeries include a variety of procedures performed on people who are obese. ഇപ്പോൾ ഒബേസിറ്റിക് ആയിട്ടുള്ള പേഴ്സൺസിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു സർജറിക് പ്രൊസീജിയറാണ് ബാരിയാട്രിക് സർജറി. Bariatric surgery is of two types, that is the predominantly malabsorptive and predominantly restrictive. There are two types of surgery, bariatric surgery, predominantly malabsorptive and predominantly restrictive. And the malabsorptive procedure is the example is the biliopancreatic malabsorption, diversion and endoluminal sleeve. അതായത് നമ്മുടെ പാൻക്രിയാറ്റിക്കിലുള്ള അവിടെ സർജറി വഴി മാറ്റം വരുത്തുക, പാൻക്രിയാറ്റിക് എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ. അതേപോലെ എൻഡോലൂമിനൽ സീവ് നമ്മുടെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ലൂമിനൽ സ്ലീവിലൊക്കെ സർജറി വരുത്തി മാറ്റം വരും. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ എനർജി അബ്സോർപ്ഷൻ അവിടെ കുറയ്ക്കാൻ പറ്റും. ആർ ബേസ്ഡ് മെയിൻലി ഓൺ ക്രിയേറ്റിംഗ് മാൽ അബ്സോർപ്ഷൻ. അപ്പോൾ അബ്സോർപ്ഷനെ, അത് അമിതമായിട്ട് അബ്സോർബ് ചെയ്യുന്നതിനെ കുറയ്ക്കാൻ പറ്റും ന്യൂട്രിയൻസിനെ. അതേപോലെ തന്നെ ആൻഡ് റെസ്ട്രിക്റ്റീവ്, അതായത് വെർട്ടിക്കൽ ബാൻഡഡ് ഗ്യാസ്ട്രോപ്ലാസ്റ്റി ആൻഡ് അഡ്ജസ്റ്റബിൾ ഗ്യാസ്ട്രിക് ബാൻഡ് ഓർ സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ചില ഭാഗങ്ങൾ സെലക്റ്റീവായിട്ട് കട്ട് ചെയ്യുക, ചില ഭാഗം ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുക. ആക്ട് ടു റെഡ്യൂസ് ഓറൽ ഇൻടേക്ക് ബൈ ലിമിറ്റിംഗ് ഗ്യാസ്ട്രിക് വോളിയം. അപ്പം എന്താണ് ഇതെല്ലാം കൊണ്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഫുഡിനെ ഇൻടേക്ക് ചെയ്യാനുള്ള എബിലിറ്റിയെ കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഉദ്ദേശം. ഗ്യാസ്ട്രിക് വോളിയം കുറയ്ക്കുക. പ്രൊസീജിയേഴ്സ് early satiety and leave the alimentary canal in the continuity, minimizing the risk of metabolic complications. മെറ്റബോളിക് കോംപ്ലിക്കേഷൻസിനെ കുറച്ചുകൊണ്ട് ഫുഡ് ഇൻടേക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് സിബുട്രാമൈൻ ഈസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിബുട്രാമൈൻ ഈസ് ദ അപ്പറ്റൈറ്റ് സപ്രസൻ ദറ്റ് ഇൻഹിബിറ്റ് ദ റീ അപ്ടേക്ക് ഓഫ് ബോത്ത് സെറോട്ടോണിൻ ആൻഡ് നോൺ എപ്പിനെഫ്രിൻ. അപ്പോൾ നോൺ എപ്പിനെഫ്രിനും സെറോട്ടോണിനും ഒക്കെ നമുക്ക് അപ്പറ്റൈറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ സിബുട്രാമിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു അപ്പറ്റൈറ്റ് സപ്രസൻറ്റിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പറ്റൈറ്റിനെ, വിശപ്പിനെ കുറച്ച് സപ്രസ് ചെയ്യിപ്പിക്കും. And the orlistat are the lipase inhibitor. It's a lipase or pancreatic gastric inhibitors that inhibit gastric and pancreatic lipase, which break down dietary fat into smaller molecules. So no absorption of fat, no obesity. അപ്പോൾ orlistatum ഈ സിബുട്രാമൈൻ and orlistat are the two medications or anti-obesity medications used for the control of obesity. But this can leads to some undesirable side effects. And another one is the leptin. Leptin is produced proportional to adipose mass in adipocytes, which inform the brain to regulate the amount of fat through appetite control by decreasing appetite. ഇതെല്ലാം വിശപ്പിനെ കുറയ്ക്കുന്ന മെഡിക്കേഷൻസ് ആണ്. ബൈ ഇൻക്രീസിങ് എനർജി എക്സ്പെൻഡിച്ചർ, എനർജി നമ്മുടെ ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ഫാറ്റ് എടുത്തിട്ട് ധാരാളം അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും വിശപ്പിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം സൈഡ് ഇഫക്ട്സിന് കാരണമാക്കുകയാണ് ചെയ്യുന്നത്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഗ്യാസ്ട്രോപ്ലാസ്റ്റി, പൈലോറോപ്ലാസ്റ്റി, ലിപ്പോസക്ഷൻ. അപ്പോൾ ഇതൊക്കെ ഈ ഗ്യാസ്ട്രോപ്ലാസ്റ്റി നമ്മൾ പറഞ്ഞാണ് ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുക, പല പല ഭാഗങ്ങൾ. അപ്പോൾ അതുവഴി അബ്സോർപ്ഷനെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് ദ ക്വാണ്ടിറ്റി ഗ്യാസ്ട്രിക് വോളിയം കുറയ്ക്കാൻ പറ്റും. ലിപ്പോസക്ഷൻ ഈസ് ദ ലേറ്റസ്റ്റ് ടെക്നിക് ഹാവിങ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. അപ്പോൾ ലിപ്പോസക്ഷൻ ഇതേപോലൊരു ലേറ്റസ്റ്റ് ടെക്നിക്കാണ്. അതിന് ധാരാളം മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ആൻഡ് അനദർ ഈസ് ദ ആൻറ്റി ഒബേസിറ്റി വാക്സിൻ, ദാറ്റ് ഈസ് ദ സ്ക്രിപ്സ് വാക്സിൻ. സ്ക്രിപ്സ് വാക്സിൻസ് ആർ ദ ആൻറ്റി ഒബേസിറ്റിക് വാക്സിൻ. ഗ്രലിൻ ഹോർമോൺ ദാറ്റ് റെഗുലേറ്റ് ദ എനർജി ബാലൻസ് ആൻഡ് decrease about 20 to 30% of weight of mice it has to try in humans. അപ്പോൾ ഗ്രലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ സ്ക്രിപ്സ് വാക്സിൻ. അത് എലികളിൽ പരീക്ഷണം നടത്തിയപ്പോൾ 20 മുതൽ 30% വരെ വെയിറ്റ് കുറഞ്ഞതായിട്ട് കണ്ടെത്തി. അപ്പോൾ അത് ഹ്യൂമൻസിൽ ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. And the Cytos anti-obesity vaccine is a Swiss Cytos anti-obesity vaccine. It prevents the
Glen's uptake by the brain. അപ്പോൾ ഇതും ഇതുപോലെയുള്ള ഒരു ആൻറ്റി ഒബേസിറ്റി വാക്സിൻസ് ആണ്. ആൻഡ് ദീസ് ആർ ദ മേജർ types of treatments or surgical treatment for controlling obesity. And the major expected questions from this portion is the part is the BMI is the very important. What is the BMI and what is obesity, and explain two types of obesity, and what are the causes of obesity, and what are the treatment, or what are the major important procedure for controlling obesity. These are the expected questions from this area.